അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചീസ് ബോൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം പനീർ കൈകൊണ്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ കടലമാവ്, കുറച്ച് ചീസ് ക്യൂബ്സ് ആണ്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചീസ് ബോൾ കോട്ട് ചെയ്യാൻ ആവശ്യമുള്ള ബ്രെഡ് ക്രംസ്, കോൺഫ്ലവർ, അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് പനീറും അരിഞ്ഞു വെച്ച സവാളയും മല്ലിയിലയും പച്ചമുളകും പൊടികളും ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. മസാലയെല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. പാർട്ടികൾക്കൊക്കെ സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് അതിൽ ചീസ് ക്യൂബ്സ് വെച്ച് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഗ്യാപ്പ് വരാതെ നല്ലപോലെ ഉരുട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ ചീസെല്ലാം മെൽട്ടായി പുറത്തേക്ക് വരും. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. നമുക്കിത് കോൺഫ്ലവർ മിക്സിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ്. ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുക്കാം. എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. എണ്ണയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വേഗം തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇതുപോലെ 2 സൈഡും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.